അൺചെയിൻഡിലെ വന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ധ്രുവ രഹസ്യമായി ഇല്ലുവിനെ കാണാൻ ചെന്ന വിവരം സുഹായ് വഴി രാജ്ഞി അറിഞ്ഞിരുന്നു. ഇല്ലു അവളെ വളരെയധികം വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് ഇറക്കിവിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ധ്രുവ ഇനി ഇല്ലുവിനെ വെറുതെ വിടാൻ സാധ്യതയില്ല. അവൻ തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളുമെന്ന് തോഴി പറഞ്ഞെങ്കിലും അവൾ മരിക്കാതെ എനിക്ക് സമാധാനമാവില്ല എന്ന് രാജ്ഞി പറയുന്നു. കുറേ തവണയായി മരുന്ന് നൽകി അവളെ കൊല്ലാനുള്ള ശ്രമമൊക്കെ പരാജയപ്പെട്ട സ്ഥിതിക്ക് പുതിയ എന്തെങ്കിലും വഴി ആലോചിക്കണമെന്നും അവർ പറയുന്നു. പക്ഷേ ഇല്ലു താമസിക്കുന്നിടത്ത് കയറാൻ ആകെ രാജാവ് അനുവാദം നൽകിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ്. അതുകൊണ്ട് അവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ തന്നെ സംശയിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നു. ഇല്ലുമായി ഇനി ഒരു ബന്ധവുമില്ല, അവളെക്കുറിച്ച് ഇനി ഒന്നും അറിയേണ്ടെന്നൊക്കെ അപ്പോഴത്തെ സങ്കടത്തിൽ ധ്രുവ പറഞ്ഞെങ്കിലും അവളെ രഹസ്യമായി നിരീക്ഷിക്കാൻ വീണ്ടും അവൻ ശുലിന് നിർദ്ദേശം നൽകിയിരുന്നു. അവൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നറിയാമായിരുന്നതിനാൽ മനഃപൂർവ്വം അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ബ്രേക്കപ്പ് ആയതിൽ തനിക്ക് വിഷമമില്ല എന്ന രീതിയിലാണ് ഇല്ലു അടുത്ത ദിവസം പെരുമാറിയത്. ഷുലിൻ പറഞ്ഞ് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ദുബൈക്ക് ഒന്നുകൂടി ദേഷ്യവും വിഷമവും ഒക്കെ കൂടുന്നു. മുറിയിലെത്തി അവൻ അവളുടെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിൽ പെറുക്കി വെക്കുന്നുണ്ട്. അവൾ ഉണ്ടാക്കി കൊടുത്ത ഷൂവും എന്തിനു പറയുന്നത് വഴിയിൽ നിന്ന് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്ന നായ്ക്കുട്ടിയെ പോലും അവൻ അതിനുള്ളിലിട്ട് അടച്ചു വെക്കുന്നു. അത് കഴിഞ്ഞ് ദേഷ്യത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ഒരു സെക്കൻഡ് പോലും കഴിയുന്നതിന് മുമ്പ് തിരികെ ഓടി വന്ന് അവൻ അതിനെ സ്വതന്ത്രനാക്കുന്നു. ഷൂവും തിരികെ ഇടുന്നുണ്ട്. ഷുലിൻ വീണ്ടും ഇല്ലുവിനെ നിരീക്ഷിക്കാനായി പുറപ്പെട്ട സമയത്ത് കാവോ ടോങ്ങിനെ കണ്ടായിരുന്നു എന്ന് അവനോട് അന്വേഷിക്കുന്നു. അപ്പോഴാണ് അവളെ രാജാവ് ശിക്ഷിച്ചതും ഡൈയിങ് വർക്ക്ഷോപ്പിലേക്ക് അയച്ചതുമൊക്കെ അവൻ അറിയുന്നത്. അതിനെക്കുറിച്ച് ദുബായോട് ഇതുവരെ പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ച് അവനെ വഴക്ക് പറഞ്ഞിട്ട് കാവോ ഉടൻ തന്നെ ടോങ്ങിനെ അന്വേഷിച്ച് പോകുന്നു. ഡൈയിങ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത് ആകെ ക്ഷീണിച്ച് തളർന്നു നിൽക്കുന്ന ടോങ്ങിനെ അവൻ കാണുന്നു. ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്ത് ശീലമില്ലാത്ത അവൾക്ക് ഇതുവരെ അവിടുത്തെ ജോലികളൊന്നും വശമായിട്ടില്ല. കാവോ അവിടെ നിൽക്കുന്ന സമയത്തും അവളുടെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് സംഭവിക്കുന്നു. അതിൻ്റെ മേൽനോട്ടമുള്ളയാൾ അവളെ ശിക്ഷിക്കാൻ ഒരുങ്ങിയെങ്കിലും കാവോ അയാളെ തടഞ്ഞ് അവളെ തനിച്ച് മാറ്റി സംസാരിക്കുന്നു. പണിയെടുത്ത് അവളുടെ കൈയൊക്കെ പൊട്ടിത്തുടങ്ങിയിരുന്നു. കാവോയ്ക്ക് അത് കണ്ടപ്പോൾ ശരിക്കും വിഷമമാകുന്നുണ്ട്. അവൻ അവളുടെ കയ്യിൽ ഊതിക്കൊടുക്കുകയും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇനി അവിടെയുള്ളവർ അവളെ കൊണ്ട് കട്ടിയുള്ള ജോലികൾ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ടെന്നും അവൻ പറയുന്നു. അവൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് അവൻ പലതവണ ചോദിച്ചെങ്കിലും അവൾ കുറേ കരഞ്ഞതല്ലാതെ ഒന്നും വിട്ടു പറയുന്നില്ല. ഒരു തവണ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇതെല്ലാം ദുബൈയുടെ കുറ്റം കൊണ്ടാണെന്ന് മാത്രം അവൾ സൂചിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും കൂടുതൽ പറയാൻ തയ്യാറാകാതെ സംസാരം അവസാനിപ്പിച്ച് അവൾ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. ഇല്ലുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തിറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് രാജ്ഞിയുടെ തോഴി സുഹായിയെ അറിയിക്കുന്നു. എന്താവശ്യത്തിനാണെന്ന് അവൾ ചോദിച്ചെങ്കിലും തോഴിയൊന്നും പറയുന്നില്ല. എന്ത് സംഭവിച്ചാലും അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രം ഉറപ്പ് കൊടുക്കുന്നു. അവരുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഇല്ലു രാജ്ഞിയെ മീറ്റ് ചെയ്യാനുള്ള ഒരവസരം ഇങ്ങോട്ട് ഒത്തുകിട്ടിയതിൽ സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്നു. ഇതേസമയം തന്നെ അവളെ നിരീക്ഷിക്കാനായി ദുബോ ഏർപ്പെടുത്തിയ ഷുലിനും സംഘവും അവരുടെ സംസാരം കേട്ടിരുന്നു. രാജ്ഞി ഇല്ലുവിനെ അപകടപ്പെടുത്താനുള്ള പ്ലാനാണെന്ന് മനസ്സിലായി അവൻ ഉടനെ തന്നെ ദുബോയെ വിവരം അറിയിക്കുന്നു. രാജ്ഞിയുടെ ആൾക്കാർ അവളെ വീടിന് പുറത്തേക്ക് എത്തിക്കാൻ അവസരമുണ്ടാക്കാതെ അവരെ തടയണമെന്ന് ദുബോ അവന് നിർദ്ദേശം നൽകുന്നു. പുറത്തിറങ്ങാനുള്ള അവസരം സുഹായി ഉണ്ടാക്കി തരുന്നത് കാത്ത് അക്ഷമയോടെ ഇരിക്കുകയാണ് ഇല്ലു. അവൾക്ക് ഭക്ഷണം നൽകിയിട്ട് സുഹായി തോഴിമാരെയൊക്കെ വാതിൽക്കൽ നിന്നും മാറ്റുന്നു. രാജ്ഞിയുടെ ഇടപെടൽ കാരണം അവിടെ ഉണ്ടായിരുന്ന ഭടന്മാരും മാറി നിൽക്കുന്നു. ഇല്ലു പുറത്തിറങ്ങുന്നതിന് കാത്ത് രാജ്ഞി ഏർപ്പെടുത്തിയ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഷുലിനും സംഘവും കൂടി അവരെ ശരിയാക്കി അവിടെ നിന്ന് മാറ്റുന്നു. ഈ സമയത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. വാൻവാൻ പതിവായി ലിയാനെ പോയി കണ്ട് മരുന്നൊക്കെ കഴിപ്പിക്കാറുണ്ട്. മുറിവുകളൊക്കെ ഭേദമായെങ്കിലും അവൻ ഇപ്പോഴും കട്ടിൽ തന്നെ കിടപ്പാണ്. മനസ്സോടെ മരുന്ന് കഴിക്കാനും തയ്യാറില്ല. വാൻവാൻ അവനെ മരുന്ന് കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വായിൽ നിന്ന് വായിലേക്ക് പകർന്നു കൊടുക്കുന്ന രീതിയൊക്കെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യാമോ എന്ന് അവൻ ചോദിക്കുന്നു. ശരിക്കും ദേഷ്യം വന്ന അവൾ കുറച്ച് മരുന്ന് വായിലേക്ക് വെച്ചിട്ട് അത് അവൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. ഇല്ലുവിനെ അവിടേക്ക് താമസം മാറ്റിയതിനു ശേഷം അവൾ ഇതുവരെ കണ്ടിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷേ അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറാകാത്ത കാവൽക്കാർ അവരെ തടയുന്നു. തന്നെ പോലും കടത്തിവിടാൻ അനുവാദം നൽകാതെ രാജാവ് ഇത്ര ശക്തമായ രീതിയിൽ അവളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അവളുടെ തോഴി വേറെ തൊഴിൽമാരിൽ നിന്ന് കിട്ടിയ ന്യൂസ് അവളെ അറിയിച്ചത്. ഇല്ലുവിന് വെസ്റ്റ് ഷൂവിൽ വെച്ച് ഒരു ലവർ ഉണ്ടായിരുന്നെന്ന്, അതുകൊണ്ടാണ് അവൾ രാജാവിനൊപ്പം ഉറങ്ങാൻ തയ്യാറാകാതിരുന്നത് എന്നും അവളെ ഒരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് മാറ്റി താമസിച്ചിരിക്കുന്നതൊക്കെ തോഴി അവളെ അറിയിക്കുന്നു. മാത്രമല്ല അവിടുത്തെ ജോലിക്കാരിയായ സുഹായിയെ രാജ്ഞി വിലക്കെടുത്തിരിക്കുകയാണെന്നും അവൾ അറിഞ്ഞിരിക്കുന്നു. അതറിഞ്ഞപ്പോൾ ഇല്ലു അപകടത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും ഇല്ലുവിനെ കണ്ടിട്ടേ മടങ്ങുമെന്ന് തീരുമാനിച്ച വാൻവാൻ തോഴിയെ തിരികെ പറഞ്ഞു വിട്ടിട്ട് മതിൽ ചാടി അകത്തേക്ക് കയറാനുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കാനായി പോകുന്നു. അവളത് വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളറിയാതെ അവളെ ഫോളോ ചെയ്തു വന്ന ലിയാൻ അവളുടെ അടുത്തെത്തിയത്. അവൾ എന്തോ ഉടായ്പ പരിപാടിക്കുള്ള പുറപ്പാടാണെന്നറിഞ്ഞ് തന്നെ കൂടി കൊണ്ടുപോകാൻ അവൻ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അവൻ്റെ ആരോഗ്യനില പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ലാത്തതിനാൽ അവൾ അവനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അതുവരെ വാക്കറിൽ താങ്ങി പിടിച്ചു നിന്നിരുന്ന അവൻ എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് അത് താഴെ ഇടുന്നു. ഇത്ര ദിവസവും ബെഡിൽ കിടന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചാൽ അവൾ അവൻ്റെ ഒരു തൊഴിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും കൂടിയാണ് മതിൽ ചാടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഇല്ലു കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ച് ഹൈറ്റ് ഉണ്ടാക്കി മതിൽ ചാടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ എടുത്തു വെച്ചതിൽ നിന്ന് ഒരു ചെറിയ സ്റ്റൂൾ ഒരു ക്ലാമ്പ് വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയത്. മറുവശത്തു നിന്നൊരു നിലവിളിയും കേൾക്കുന്നു. സ്റ്റൂൾ നേരെ ചെന്ന് വീണത് ലിയാൻ്റെ തലയ്ക്ക് തന്നെയായിരുന്നു. അതിൻ്റെ നിലവിളിയാണ് കേട്ടത്. അവരെ കണ്ടതോടെ ഇല്ലു അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുമായി സംസാരിക്കുന്നു. അവൾക്കൊരു ലവർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട റൂമറൊന്നും ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ രാജ്ഞി അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഇവിടേക്ക് വന്നത്.
പുറത്ത് കാവൽക്കാരെല്ലാം മാറ്റിയിരിക്കുന്നത് രാജ്ഞി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ തെളിവാണെന്നൊക്കെ അവർ രണ്ടുപേരും കൂടി പറയുന്നു. ദുബായുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇല്ലു അവരോട് തുറന്നു പറയാൻ തുടങ്ങിയതാണെങ്കിലും രണ്ടുപേരും അവൾക്ക് അതിനുള്ള അവസരം നൽകാതെ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവളത് പറയുന്നില്ല. പക്ഷേ രാജ്ഞിയുടെ പ്ലാനൊന്നും തടസ്സപ്പെടുത്തരുത്, രാജ്ഞിയെ തനിച്ച് കാണേണ്ട അവസരം നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ സഹായിച്ചാൽ മതി എന്ന് ഇല്ലു അവരോട് പറയുന്നു. രാജ്ഞി അവളെ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാൻ ആദ്യം മുതിർക്കുന്നുണ്ടെങ്കിലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം സമ്മതിക്കുന്നു. അങ്ങനെ അവർ മതിൽ ചാടാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇല്ലു അവിടെ നിന്ന് പുറത്ത് കടക്കുന്നു. രാജ്ഞി ഏർപ്പെടുത്തിയ ആരും തട്ടിക്കൊണ്ടുപോകാനായി അവിടെ ഇല്ലാത്തതിനാൽ വഴിയിൽ വെച്ചായിരിക്കും കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതി അവൾ മുന്നോട്ട് നടക്കുന്നു. അവൾ പുറത്തിറങ്ങുന്നത് മറിഞ്ഞ് നിരീക്ഷിക്കായിരുന്ന സുഹായിയും രാജ്ഞിയുടെ ആൾക്കാർ ഇതെവിടെ പോയെന്ന് ചിന്തിച്ച് ഇല്ലുവിനെ ഫോളോ ചെയ്യുന്നു. കുറച്ചപ്പുറത്തായി തന്നെ ഉണ്ടായിരുന്ന ഷുലിനി സംഘവും അവൾ ഇതെവിടെ പോവുകയാണെന്ന് സംശയിച്ച് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. രാജ്ഞിയുടെ ആൾക്കാർ ഇപ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് കരുതി മുന്നോട്ടിരുന്ന ഇല്ലു നടന്നു ക്ഷീണിച്ചിരിക്കുന്നു. അവൾ മടുത്തൊരിടത്ത് നിന്നപ്പോഴാണ് സുഹായി കുറച്ചുപേരെയും കൊണ്ട് വരുന്നത് കണ്ടത്. ഇല്ലു അവരെ കണ്ടില്ല എന്ന മട്ടിൽ തിരിഞ്ഞിരിക്കുന്നു. സുഹായി അവളുടെ മുന്നിലേക്ക് പോകാതെ ദൂരെ തന്നെ നിന്ന് ബാക്കിയുള്ളവരെ അവളെ പിടിച്ചുകൊണ്ടുവരാനായി പറഞ്ഞയക്കുന്നു. അവരുടെ തലവൻ ഇല്ലു തൻ്റെ ഭാര്യയാണ്, വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ് എന്ന രീതിയിൽ ഒരു സീൻ ഉണ്ടാക്കി അവളെ പിടിച്ചുകൊണ്ട് പോകാൻ ഉദ്ദേശിച്ചെങ്കിലും അവർ അടുത്തേക്ക് വന്ന് വിവരം പറഞ്ഞപ്പോൾ തന്നെ ഇല്ലു നടപ്പഴി വഴി കിട്ടിയല്ലോ എന്ന സന്തോഷത്തോടെ ഓടിച്ചെന്ന് പല്ലക്കിൽ കയറിയിരിക്കുന്നു. എളുപ്പത്തിൽ കാര്യം നടന്നതിൻ്റെ സന്തോഷത്തോടെ അവർ അവളെ കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇല്ലുവിനെ കിട്ടിയ വിവരം അറിയിക്കാൻ സുഹായി രാജ്ഞിയുടെ അടുത്തേക്ക് ആളെ വിടുന്നു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ രാജ്ഞി പുറപ്പെടുന്നു. ഇല്ലു നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയ അനുസരിച്ച് വാനിൽ ലിയാനും കൂടി അവളെ കൊണ്ടുപോകുന്നവർ അറിയാതെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. താൻ വിചാരിച്ചതുപോലെ ഇപ്പോൾ രാജ്ഞിയെ മീറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി ഇല്ലു സന്തോഷത്തോടെ പല്ലക്കിലിരിക്കുമ്പോഴാണ് അവളുടെ സകല പ്രതീക്ഷയും നശിപ്പിച്ചുകൊണ്ട് ഷിലിനി സംഘവും അവരെ തടഞ്ഞു ഓടിച്ചു വിട്ടത്. അതോടെ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ ഇല്ലു അകപ്പെടുന്നു. ആവശ്യമില്ലാതെ ഇടയ്ക്കേറി സഹായിച്ചതിന് അവൾ ഷിലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും വാനിൽ ലിയാനും അവർക്കരികിലെത്തുന്നു. ദുബാണ് തന്നെ വാച്ച് ചെയ്യാനായി ഷിലിനെ അയച്ചിരിക്കുന്നത് എന്ന് ഇല്ലു ഊഹിച്ചിരുന്നു. അവളോട് തിരികെ പോകാൻ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ രാജ്ഞി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അവനെ തന്നെ ഉപയോഗിച്ചാലെന്ന ഐഡിയ അവൾക്ക് തോന്നിയത്. പക്ഷേ ചീഫിന്റെ ഓർഡർ മാത്രമേ അനുസരിക്കുന്ന നിലപാടിലാണ് ഷിലിൻ. അവനെ കൊണ്ട് അനുസരിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്തതിന് ഇല്ലു തന്റെ കൈവശമുള്ള ദുബ വിവാഹ സമ്മാനമായി നൽകി അവന്റെ അധികാരത്തിന്റെ പ്രതീകമായ ആ മോതിരം അവരെ കാണിക്കുന്നു. അതോടെ ചീഫ് മുന്നിൽ നിന്ന് ഓർഡർ കൊടുക്കുന്ന പോലെ ഷിലിൻ അനുസരിക്കേണ്ടി വരുന്നു. ദുബയുടെ പദവിയുള്ള ആ മോതിരം അവൾക്ക് എങ്ങനെ കിട്ടിയെന്ന സംശയം വാൻവാന്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും അപ്പോൾ അവൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. ദുബയുടെ മോതിരം കാരണം ഇല്ലു ആവശ്യപ്പെട്ടതുപോലെ ഷിലിൻ തിരികെ പോവുകയായിരുന്ന സുഹായിയെ വഴിയിൽ വെച്ച് തടഞ്ഞ് എങ്ങോട്ടാണ് രാജ്ഞി അവളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് എന്ന് അറിയുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത വേഷത്തിൽ രാജ്ഞിക്കൊപ്പം അവിടെ എത്തിയ ഷിലിൻ അവർ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവരെ ബോധം കെടുത്തുന്നു. രാജ്ഞിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെ അവൻ്റെ കൂട്ടാളികളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇല്ലുവും ലിയാനും അവിടെ എത്തുന്നു. ഇല്ലു താമസിച്ചിരുന്നിടത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കാനായി വാൻ ഓൾറെഡി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിരുന്നു. ലിയാനും അവിടേക്ക് പോകുന്നുണ്ട്. ഇല്ലു ഷിലിനെ പുറത്തേക്ക് മാറ്റി നിർത്തി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തനിച്ച് നോക്കിക്കോളാം, തിരികെ പോയിക്കോളാം പറയുന്നു. പക്ഷേ അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഓർഡർ ഇട്ടിട്ടാണ് ചീഫ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ തിരികെ താമസ സ്ഥലത്ത് എത്താതെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നു. ഈ സമയം അവൾ വീണ്ടും ദുബയുടെ മോതിരം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും ദുബയോട് പറയരുതെന്നും ഇല്ലു ആവശ്യപ്പെടുന്നു. ആരുടെ ഓർഡർ അനുസരിക്കണമെന്നറിയാതെ ഷിലിൻ ആകെ കൺഫ്യൂഷനാകുന്നു. രണ്ടുപേരുടെയും ഓർഡറുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ രണ്ടും അനുസരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവസാനം അവൻ തിരികെ പോകാൻ തയ്യാറാകുന്നു. ഇനി മുതൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദുബായെ അറിയിക്കരുതെന്ന് കൂടി പറഞ്ഞിട്ടാണ് അവൾ അവനെ പറഞ്ഞു വെച്ചത്. രാജ്ഞിക്ക് ബോധം വീണപ്പോൾ ഇല്ലു അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. അഴിച്ചുവിടാൻ പറഞ്ഞ് അവർ ബഹളമുണ്ടാക്കുന്നുണ്ടെങ്കിലും പുറത്ത് നിൽക്കുന്ന മുഴുവൻ എൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഇല്ലു അവരുടെ വായടപ്പിക്കുന്നു. അവർക്ക് തന്നോട് ഇത്ര ശത്രു തോന്നാൻ കാരണം ദുബോ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അവരോട് സംസാരിച്ചതിൽ നിന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അവൾ പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ദുബയുടെ ചേട്ടൻ്റെ കൊലപാതകത്തെക്കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്നറിയാൻ ആയിരുന്നു അവളുടെ ശ്രമം. മര്യാദയ്ക്ക് ചോദിച്ചാൽ അവരൊന്നും പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഭക്ഷണത്തിൽ ചേർത്ത് അവൾക്ക് കൊടുക്കാനായി അവർ റെഡിയാക്കിയിരുന്ന അതേ വിഷം തന്നെ ഇൻലു കൈവശം കരുതിയിരുന്നു. അതവരെ കഴിപ്പിക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ അവർ സത്യം പറയാൻ തയ്യാറാകുന്നുണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പ് പ്രിൻസ് അവിടെ എത്തിയ സമയത്ത് കൊലപാതകം നടന്ന അതേ സ്ഥലത്ത് വെച്ച് അവർ തമ്മിൽ കണ്ടിരുന്നു എന്ന് അവരിൽ നിന്ന് ഇൻലു അറിയുന്നു. പക്ഷേ കൂടുതലൊന്നും അവർക്കും അറിയാമായിരുന്നില്ല. ഇതേസമയം പ്രിൻസ് തന്നോടന്ന് പറഞ്ഞത് കള്ളമാണ്. അയാളല്ല കൊന്നതെങ്കിൽ അയാൾക്കൊപ്പമുള്ള മറ്റാരെങ്കിലും തന്നെ ആകണമെന്ന നിഗമനത്തിൽ ദുബോയും എത്തിയിരുന്നു. അതുകൊണ്ട് അന്ന് ആ വഴിയിലൂടെ പോയ വണ്ടികളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവൻ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ നോക്കുന്ന കൂട്ടത്തിലാണ് രാജ്ഞിയുടെ വണ്ടിയും അതുവഴി കടന്നു പോയിരുന്നു എന്ന് അവൻ അറിയുന്നത്. അന്നത്തെ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്തെടുത്തപ്പോൾ അന്ന് താൻ കണ്ട രഥത്തിനുള്ളിൽ രാജ്ഞിയുടെ മുഖമായിരുന്നു എന്ന സംശയം അവൻ്റെ മനസ്സിൽ തോന്നുന്നു. ഈ സമയം തന്നെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നു. മുറോങ് ഇല്ലുവിനെ കാണാനായി അവൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയിരുന്നു. അവൾ അവിടെ ഇല്ല എന്നറിഞ്ഞതോടെ അയാൾ അവിടുത്തെ ജോലിക്കാരെയെല്ലാം പിടിച്ച് ചോദ്യം ചെയ്യുന്നു. പക്ഷേ അവൾ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. ഇല്ലു മതിൽ ചാടാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കണ്ടെടുത്തോടെ അവൾ രക്ഷപ്പെട്ടു പോയതായിരിക്കണം. അവൾക്ക് തനിച്ചധിക ദൂരം പോകാൻ കഴിയാത്തത് കൊണ്ട് അവളുടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടാകണം. അവളുടെ അച്ഛൻ എന്തായാലും തന്നെ എതിർത്തുകൊണ്ട് അവൾക്ക് അഭയം നൽകില്ല. പിന്നെ തന്നെ എതിർക്കാൻ ആകെ തയ്യാറുള്ള ഒരാൾ ദുബോയാണ്. അവൾ ദുബോയുടെ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന നിഗമനത്തിനാണ് അവർ എത്തിയത്. മുറോങ് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇല്ലു രാജ്ഞിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിയാൻ അവിടെ എത്തി രാജ്ഞിയെ ബോധം കെടുത്തിയിട്ട് മുറോങ് ഇല്ലുവിനെ അന്വേഷിച്ചെത്തിയതും അവളെ കാണാത്തതുകൊണ്ട് ദുബോയുടെ താമസ സ്ഥലത്തേക്ക് പോയതും പറഞ്ഞത്. ഇല്ലുവിന് അപകടം മണക്കുന്നുണ്ട്. രാജ്ഞിയായിരിക്കുമോ കൊലപാതകത്തിന് പിന്നിൽ സംശയം തോന്നിയ ദുബോ രാജ്ഞിയെ കാണാനായി പോകാൻ ഇറങ്ങുമ്പോഴാണ് ഷുലിൻ മടങ്ങിയെത്തിയത്. ഇല്ലുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന അവൻ ആ സമയത്ത് തിരികെ എത്തിയത് കൊണ്ട് എന്താണ് കാരണമെന്ന് ദുബോ അന്വേഷിക്കുന്നു. അവനോടൊന്നും പറയരുതെന്ന് ഇല്ലുവിൻ്റെ ഓർഡർ ഉള്ളത് കൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഷുലിൻ ഒഴിഞ്ഞു മാറിയതാണ്.
പക്ഷേ ദുവ രാജ്ഞിയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെ അവൻ്റെ വായിൽ നിന്ന് പിന്നെയും അവർ തന്നെയാണോ പ്രശ്നം എന്ന് വീണ് പോകുന്നു. അത് ദുവോയ്ക്ക് സംശയമുണ്ടാക്കുന്നുണ്ട്. അതോടെ അവൻ ഷുലിനെ ചോദ്യം ചെയ്യുന്നു. ഇല്ലു മോതിരം കാണിച്ച് ഭീഷണിപ്പെടുത്തി അവനോട് പറയരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഷുലിൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവിടുത്തെ മറ്റൊരു ജോലിക്കാരൻ ഓടി വന്ന് രാജാവ് സൈനികരെയും കൊണ്ട് വീട് വളഞ്ഞിരിക്കുന്നു എന്നറിയിക്കുന്നു. ദുവ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചപ്പോഴേക്കും അകത്ത് കയറിയുന്ന മുറോങ് ഇല്ലുവിനെ അവൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന രീതിയിൽ ചോദ്യം ചെയ്തു. ഇല്ലു മിസ്സിംഗ് ആണ് എന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത്. പക്ഷേ അവൻ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാകാതെ മുറോങ് ഒരു വാളെടുത്ത് അവനെ കൊല്ലാനെന്ന രീതിയിൽ അവനെ കഴുത്തിന് നേരെ പിടിക്കുന്നു. സുൻ അബദ്ധമൊന്നും കാണിക്കരുത് എന്ന രീതിയിൽ മുറോങ്ങിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ കൊല്ലാൻ തയ്യാറായാണ് അയാളുടെ നിൽപ്പ്. ഇല്ലു എവിടെയാണെന്ന് കണ്ടെത്തിയതിനു ശേഷം മരിക്കാൻ തയ്യാറാണെന്ന് ദുവ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവനെ വിശ്വസിക്കാൻ തയ്യാറാകാതെ അയാൾ അവൻ്റെ കഴുത്തിലെ പിടിമുറുക്കുന്നു. അവന് ചെറിയ മുറിവും പറ്റുന്നുണ്ട്. അപ്പോഴേക്കും യുസു അവിടെ എത്തി ഇല്ലുവിനെ കണ്ടെത്തിയെന്നറിയിക്കുന്നു. അതുകൊണ്ട് മാത്രം അയാൾ ദുവയെ വെറുതെ വിടുന്നു. മുറോങ് പോയി കഴിഞ്ഞപ്പോൾ ഇല്ലുവിന് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പറയാൻ ദുവ ഷുലിനോട് ആവശ്യപ്പെടുന്നു. ഒരു വൈദ്യരുടെ അടുത്ത് നിന്നാണ് അവർ ഇല്ലുവിനെ കണ്ടെത്തിയത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി രാജ്ഞിക്ക് നൽകാൻ കരുതുന്ന വിഷം അവൾ കഴിച്ചിരുന്നു. അതിനുള്ള ചികിത്സ തേടിയാണ് പുറത്തിറങ്ങിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. മുറോങ് എത്തിയ സമയത്ത് അവൾ ചോര ഛർദ്ദിച്ചു മയങ്ങി വീഴുന്നു. രാജ്ഞിയെ തിരികെ എത്തിക്കാൻ വാനാണ് എസ്കോട്ട് പോയത്. എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് നടന്നൊന്നും രാജാവിന്റെ ചെവിയിൽ എത്താൻ പാടില്ല. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന രീതിയിൽ വേണം നിൽക്കാൻ എന്നൊക്കെ അവൾ രാജ്ഞിയെ ഓർമ്മിപ്പിക്കുന്നു. ഇല്ലുവും ദുബായും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് നീ അവരെ സഹായിക്കുകയാണോ എന്ന് രാജ്ഞി അവളോട് ചോദിച്ചെങ്കിലും അവർ തമാശ പറയുകയാണെന്നാണ് അവൾ കരുതിയത്. ഇങ്ങനെയുള്ള തമാശകൾ പറഞ്ഞ് വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് അവർക്ക് വാണിംഗ് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇന്നത്തെ സംഭവം രാജാവ് പറഞ്ഞാൽ താൻ തന്നെയാവും കുഴപ്പത്തിൽ ചാടാൻ പോകുന്നത് എന്ന് നല്ല ബോധ്യമുള്ള രാജ്ഞി അറിയാത്തതുപോലെ ഭാവിക്കാൻ തീരുമാനിക്കുന്നു. രാജാവിൻ്റെ ചോദ്യം ചെയ്യലിൽ സുഹായി തന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറയാതിരിക്കണമെങ്കിൽ അവളുടെ കുടുംബത്തെ നോക്കിക്കോളാമെന്ന് അവളെ അറിയിക്കാനും തോഴിയെ ഏൽപ്പിക്കുന്നു. ഇല്ലുവിന് ദുബോയുമായുള്ള ബന്ധത്തെക്കുറിച്ച് രാജ്ഞി പറഞ്ഞപ്പോൾ നിസാരമായി തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് വാൻവാനും തോന്നുന്നു. ഇല്ലുവിൻ്റെ കയ്യിൽ ദുബോയുടെ മോതിരം കണ്ടതും അവൾ രാജാവിന് വഴങ്ങി കൊടുക്കാതിരിക്കാൻ മുഖം വൃത്തികേടാകുന്ന മരുന്ന് കഴിക്കാൻ തയ്യാറായതും എല്ലാം കൂടി ചിന്തിച്ചപ്പോൾ ശരിക്കും അവർ റിലേഷനിലാണ് എന്ന് അവൾക്ക് ബോധ്യമാകുന്നു. ഇല്ലു തന്നെ ഉപയോഗിക്കുകയായിരുന്നു തിരിച്ചറിഞ്ഞ് ചീറ്റ് ചെയ്യപ്പെട്ട പോലെ വാൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.